മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് മഹത്വങ്ങളുള്ള സ്വഹാബിയാണ്. ഈ ഉമ്മത്തിൽ ഹലാലും ഹറാമും ഏറ്റവും നന്നായി അറിയുന്ന സ്വഹാബി മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവാണ്. നാളെ പരലോകത്ത് പണ്ഡിതന്മാരുടെ മുന്നിലായിരിക്കും മുആദ് ഇബ്നു ജബൽ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടി വന്നാൽ അദ്ദേഹം മുആദിനോട് ചോദിച്ചുകൊണ്ടാണ് ആ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. വലിയ ഫളിലുള്ള, ഒരുപാട് ഖൈറുള്ള മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു വസിയത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു, യാ മുആദ്. അദ്ദേഹം വിളി കേട്ടു, ലബ്ബൈക്, അല്ലാഹുവിന്റെ റസൂലേ ഞാനിതാ വിളി കേട്ടിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ ബിയദിഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചു. റസൂലുള്ളാഹി സംസാരിക്കുമ്പോൾ തന്നെ സ്വഹാബികളുടെ ശ്രദ്ധ മാറിപ്പോവുകയില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ അരികിലേക്ക് വിളിച്ച് ആ വ്യക്തിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ എത്ര ശ്രദ്ധയോടുകൂടെയായിരിക്കും സ്വഹാബികൾ അത് കേട്ടിട്ടുണ്ടാവുക. റസൂലുള്ളാഹി മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു, യാ മുആദ്, ഓ മുആദ്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹു തന്നെയാണ് സത്യം, മുആദേ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എത്ര വലിയ സ്ഥാനമാണത്! അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിച്ചുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കുന്ന എത്ര വലിയ അനുഗ്രഹമാണ്. അല്ലാഹു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് ആ സ്ഥാനം നൽകി. പ്രിയമുള്ളവരെ, 33-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട, പ്ലേഗ് രോഗം ബാധിച്ച് മരണപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 33 വർഷം മാത്രമാണ് മുആദ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിട്ടുള്ളത്. ഈ ഖുതുബ കേൾക്കുന്നതിൽ 30 വയസ്സുള്ളവരുണ്ടായിരിക്കും, 20-കാരുണ്ടായിരിക്കും, 25-കാരുണ്ടായിരിക്കും. എന്താണ് അവരുടെയും നമ്മുടെയും ഇടയിലുള്ള വ്യത്യാസം? ആ 33 വയസ്സിനുള്ളിൽ ചെയ്യേണ്ട അമലുകൾ അവർ ചെയ്തു വച്ചു. ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം ഹലാലും ഹറാമും അറിയുന്ന സ്വഹാബിയായി മാറി. അത്രയും അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ത്യാഗം ചെയ്തു. അവർ നൽകിയത് അവരുടെ യൗവനങ്ങളായിരുന്നു. റസൂലുള്ളാഹി മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് ഉപദേശങ്ങൾ, റസൂലുള്ളാഹിയുടെ വസിയത്ത് നൽകുകയാണ്. ഊസീക യാ മുആദ്, മുആദേ നിനക്ക് ഞാനിതാ വസിയത്ത് നൽകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത് എത്ര ശ്രദ്ധയോടുകൂടെയായിരിക്കും മുആദ് റളിയല്ലാഹു തആല അൻഹു കേട്ടിട്ടുണ്ടാവുക. അത് അദ്ദേഹം അടുത്ത സ്വഹാബിക്ക് കൈമാറി, അവർ അടുത്ത തലമുറയ്ക്ക് കൈമാറി. ഇന്നിതാ നമ്മുടെ മിമ്പറിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ച് മുആദ് റളിയല്ലാഹു തആല നൽകിയ ആ വസിയത്ത് നമ്മൾ കേൾക്കുന്നു, നമ്മൾ പഠിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ വസിയത്ത് കേട്ടതിന് ശേഷം മുആദ് റളിയല്ലാഹു തആല അൻഹു ആ ഉപദേശം തന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടില്ല. എന്താണ് ആ വസിയത്ത്? ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. മുആദേ, നമസ്കാരത്തിന്റെ അവസാനത്തിൽ നീ ഒരിക്കലും പറയാൻ മറന്നുപോകരുത്, നീ വിട്ടുപോകരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന പ്രാർത്ഥന മുആദ് താങ്കൾ മറന്നുപോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു തആല നൽകുകയാണ്. പണ്ഡിതന്മാർക്കിടയിൽ എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത് എന്നതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാമു സലാം പൊട്ടുന്നതിന് മുമ്പ് നമസ്കാരത്തിൽ തന്നെ
തശഹുദിൽ സ്വലാത്ത് കഴിഞ്ഞ് പിന്നീടുള്ള സമയം പ്രാർത്ഥനയുടെ സമയമാണ്, അള്ളാഹുവിനോട് ചോദിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സലാം വീട്ടുന്നതിന് മുമ്പാണ് ഇത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞു. മഹാനായ ഇമാം നബവി റഹ്മഹുല്ല ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതനാണ്. ചില ആളുകൾ പറഞ്ഞു അല്ല, നമസ്കാരം കഴിഞ്ഞ് ദിക്റിന്റെ സമയത്താണ് ഇത് ചോദിക്കേണ്ടത്. ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ആ അഭിപ്രായമാണ് പിന്താങ്ങിയിട്ടുള്ളത്. അല്ലാഹു അഅലം. അതിൽ കൂടുതൽ ശരിയായി തോന്നുന്നത് നമസ്കാരത്തിൽ തന്നെ സലാം വീട്ടുന്നതിന്റെ മുമ്പായി തശഹുദിൽ നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട 3 കാര്യങ്ങളാണ് ഈ വിഷയങ്ങൾ. ഒന്നാമത്തെ വിഷയം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക്. അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ എന്നെ സഹായിക്കണം. സഹായം ചോദിക്കുകയാണ് നമ്മൾ അള്ളാഹുവിനോട്, സഹായതട്ടം നടത്തുകയാണ്. എന്തിന്? അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. ഇതാണ് ഫാത്തിഹയിലും നമ്മൾ ചോദിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്തിനാണ് ആ സഹായത്തേട്ടം? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകണം. ബാങ്ക് വിളിക്കുമ്പോഴും അങ്ങാടികളിൽ കഥ പറഞ്ഞിരിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. പേര് മുസ്ലിമിൻ്റെതാണ്, റേഷൻ കാർഡിൽ മുസ്ലിമാണ്, പക്ഷെ പള്ളിയിലേക്ക് വരണമെന്ന് അവർക്ക് തോന്നുന്നില്ല. ഹയ്യ അലസ്സലാ എന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴുകുമ്പോഴും പുതച്ചു മൂടിക്കിടക്കുന്ന എത്ര മുസ്ലിം നാമധാരികളുണ്ട്. പള്ളിയിലേക്കെത്താൻ, ആ പുതപ്പൊന്നു മാറ്റാൻ, ഇബാദത്ത് ചെയ്യാൻ അവരുടെ മനസ്സുകൾക്ക് സാധിക്കുന്നില്ല. സാധിക്കലാർക്കാണ്? അള്ളാഹു സഹായം ചെയ്യുന്ന, അള്ളാഹുവിൽ നിന്ന് കനിവ് ലഭിക്കുന്ന മനുഷ്യർക്കു മാത്രമാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുക. അല്ലാത്ത ഹൃദയങ്ങളിൽ, അവരുടെ ഹൃദയങ്ങളിൽ ഇരുട്ട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. പടച്ച റബ്ബേ, നിന്നെ ഓർക്കാൻ, നിനക്ക് ദിക്ർ ചെയ്യാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ. കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യം മാത്രം. അതിൽ നിന്ന് മറന്നുപോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുപോലെ തന്നെ ദിക്റുകൾ നാളെ സ്വർഗത്തിലെ മരങ്ങളാണ്. ദിക്റുകൾ സ്വർഗത്തിലേക്കുള്ള മരങ്ങളാണ്. നമസ്കാരം കഴിഞ്ഞ് ദിക്റ് ചൊല്ലാതെ ഓടുന്ന മനുഷ്യരെ, കച്ചവടത്തിന്, നമ്മുടെ തിരക്കിന്, നമ്മുടെ ദുനിയാവ് വാരിക്കൂട്ടാൻ ഓടുന്നവരെ അറിയുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ യുഗ്രിസു ലക ബികുല്ലി വാഹിദത്തിൻ ശജറത്തുൻ ഫിൽ ജന്നah. ഇത് ഓരോന്നും സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള മരങ്ങളാണ്. ഒരു 10 മിനിറ്റ് സമയം ഒന്ന് ചെലവഴിക്കാൻ നമുക്ക് സമയമില്ല. ദിക്ർ നിസ്സാരമല്ല. ഒരു സുബ്ഹാനല്ലാഹ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു അല്ലാഹു അക്ബർ, ഇതൊന്നും നിസ്സാരമല്ല. നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ സ്വർഗത്തിലെ മരങ്ങളാണ്. സ്വർഗത്തിൽ മരങ്ങൾ അല്ലാഹു അതിനു പകരം നമുക്ക് പണിയുകയാണ്. മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി ഗുരിസത് ലഹു നഹ്ലത്തുൻ ഫിൽ ജന്നah. അല്ലാഹു സ്വർഗത്തിൽ ഈത്തപ്പനകൾ അവനു വേണ്ടി കൃഷി ചെയ്യുന്നു, നട്ടുവളർത്തുന്നു. അപ്പൊ സഹോദരന്മാരെ, ദിക്ർ ചൊല്ലണം. ആ ദിക്ർ ചൊല്ലാനൊരു മനസ്സുണ്ടാകണം. ആ മനസ്സ് ലഭിക്കൽ ആർക്കാണ്? അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നവർക്കാണ്. അല്ലാത്തവൻ ഇറങ്ങി ഓടും. അവന് കച്ചവടമുണ്ട്, അവന് തിരക്കുണ്ട്, അവന് ദുനിയാവുണ്ട്. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ അവന്റെ നാവിന് പ്രയാസമാകും. നമുക്ക് തോന്നും ഇതൊക്കെ എളുപ്പല്ലേ, സുബ്ഹാനല്ലാഹ് ചൊല്ലൽ എളുപ്പല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ എളുപ്പല്ലേ? എളുപ്പല്ല. ആ സമയത്തിരിക്കാൻ, ദിക്ർ ചൊല്ലാൻ അതിന് അല്ലാഹു തൗഫീക്ക് നൽകിയവർക്കേ കഴിയുകയുള്ളൂ. നാളെ പരലോകത്ത് മുൻകടക്കുന്നവരാരാണ്?
സബഖൽ മുഫരിദൂൻ, മുഫരിദുകൾ അവർ മുൻകടന്നിരിക്കുന്നു. ഖാലൂ, സഹാബത്തിന്റെ ചോദ്യം, വമൽ മുഫരിദൂന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ആരാണ് മുഫരിദുകൾ? അസ്സാകിറൂനല്ലാഹ കസീറാ വസ്സാകിറാത്ത്, ധാരാളം ദിക്ർ ചൊല്ലുന്ന ആണും പെണ്ണും. നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ദിക്ർ ചൊല്ല, അതെന്തെങ്കിലും പിന്നെ അതൊരു പോയത്തം പിടിച്ചൊരു പരിപാടിയാണ്, അല്ലെങ്കിൽ അതൊരു വെറുംപണിയാണ് എന്ന് കരുതേണ്ടതില്ല. ഇവിടെ സമയം നൽകുന്നവർ, ഇവിടെ ദിക്റിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നവർ നാളെ മുൻകടക്കും. ഇവിടെ അത് മറന്നു ഓടിയവനോ പരലോകത്ത് പ്രയാസത്തിലായിരിക്കും. അപ്പൊ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ദിക്ർ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. 2, വശുക്രിക്, അള്ളാഹുവിന് നന്ദി കാണിക്കാൻ. അള്ളാഹുവിന് നന്ദി കാണിക്കാൻ കഴിയുക അള്ളാഹു തൗഫീക്ക് നൽകിയവർക്കാണ്. ശുക്ർ 2 രൂപത്തിലുണ്ട്. ശുക്റുൻ ഖൗലി, നമ്മുടെ കൗല് കൊണ്ടുള്ള ശുക്റുണ്ട്, ഫിഅലിയായ പ്രവർത്തനം കൊണ്ടുള്ള ശുക്റുണ്ട് അള്ളാഹുവിന്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അള്ളാഹു കൗസർ നൽകിയിരിക്കുന്നു, പകരം ശുക്ർ കാണിക്കണം. എങ്ങനെ? നമസ്കരിച്ചുകൊണ്ട്, അറവ് നടത്തിക്കൊണ്ട്. ഇത് നന്ദിയാണ്. സുന്നത്ത് നമസ്കാരം ശുക്റാണ്, ഉളഹിയത്ത് ശുക്റാണ്. ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. സാന്ദർഭികമായി പറയട്ടെ, ഇപ്പോൾ തന്നെ ഉളഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുക. നീ അവസാന സമയത്ത് പള്ളി ബോർഡിൽ ഇതാ ഉളഹിയത്തിന് ഒരു ഷെയറിന് ഇത്ര രൂപ എന്ന് പറയുമ്പോഴാണ് ആലോചിക്കുന്നത്, ഉളഹിയത്ത് വേണല്ലോ, 8000 രൂപ അല്ലെങ്കിൽ 9000 രൂപ എന്റെ കയ്യിലില്ല, എന്ത് ചെയ്യും? ഇതൊരു ഇബാദത്താണ്. ഇപ്പോൾ നമുക്കൊരുങ്ങാം. ഒരു 7 ആഴ്ച നമ്മുടെ മുന്നിലുണ്ട്. ഒരാഴ്ചയിൽ ഒരു ചെറിയ വിഹിതം മാറ്റിവെച്ചാൽ, ഒരു ചെറിയ സംഖ്യ ഇപ്പോൾ തന്നെ ഒരു വലിയ പ്രതിഫലം ലഭിക്കുന്ന, എനിക്ക് ശുക്ർ കാണിക്കാൻ ലഭിച്ച ഒരു വലിയൊരു അവസരം എന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കുടുംബത്തിന് ഇത്തവണ ഉദ്ഹിയ്യത്ത് അറുക്കുന്നു എന്ന് തീരുമാനിച്ച് ഇപ്പോൾ തന്നെ നമ്മളൊരു വിഹിതം മാറ്റിവെച്ചാൽ നമുക്ക് ഒരു വലിയ നന്മയിൽ പങ്കുചേരാൻ കഴിയും. എല്ലാവർക്കും കഴിയുന്നതാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പണം കൂട്ടിവെച്ചിട്ടുണ്ട്. മക്കൾക്ക് ഒരു സൈക്കിൾ വാങ്ങാൻ, നമുക്കൊരു മൊബൈൽ വാങ്ങാൻ, നമ്മുടെ ഭൗതികമായ പല കാര്യങ്ങൾക്കും നമ്മൾ കുറിയിൽ ചേർന്നു, നമ്മൾ പണം കൂട്ടിവെച്ചു, അതൊരുമിച്ച് കൂട്ടിവെച്ച് ആ കാര്യങ്ങൾ നേടി നമ്മൾ വാങ്ങി. ഇത് പരലോകത്തേക്കുള്ള വിഷയമാണ്. നമുക്ക് ശുക്ർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇത്തരം നന്മകളിൽ കൂടെ പണം ചേർത്തു വെക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ, അവനെ ഓർത്തിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. 3-ാമത്തെ വിഷയം വഹുസ്നി ഇബാദതിക്, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ അത് നന്നാകണം, അത് ശരിയായ രൂപത്തിലാകണം. ഇബാദത്തുകൾ അത് അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയരണമെങ്കിൽ, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് 2 നിബന്ധനകളുണ്ട്. എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തുകയില്ല. വലിയ പ്രവർത്തനങ്ങളുമായി നാളെ പരലോകത്തെത്തി ആ അമലുകൾ മുഴുവൻ പാറ്റി പറത്തിക്കളയുന്ന ചില ആളുകൾ നാളെ പരലോകത്തുണ്ടാകും. ഒരുപാട് പ്രവർത്തിച്ചിട്ടും ഹൗദിനരികിൽ നിന്ന് റസൂലുള്ളാഹി വിദൂരത്തെ കാട്ടിയകറ്റുന്ന മനുഷ്യർ നാളെ പരലോകത്തുണ്ടാകും. അമല് ചെയ്തവരാണ്, പ്രവർത്തിച്ചവരാണ്. അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തുന്ന അമൽ, അതിന് ഇഖ്ലാസ് ഉണ്ടാകണം. ഒന്ന് ഇഖ്ലാസോടുകൂടെയായിരിക്കണം. അത് ജനങ്ങളെ കാണിക്കാനല്ല, അത് പ്രശസ്തിക്കല്ല, അത് പ്രശംസക്കല്ല, ആരുടെയെങ്കിലും ഒരു നല്ല വാക്കിനല്ല. ഒരു പ്രാർത്ഥന പോലും ആ പ്രവർത്തനം കൊണ്ട് അവൻ കൊതിക്കുന്നില്ല. ഒരു അമല് ചെയ്തിട്ടതാ നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന ഒരു പ്രാർത്ഥന പോലും ആ ചെയ്യുന്ന അമലിലൂടെ അവരുദ്ദേശിക്കുന്നില്ല.
പ്രിയമുള്ളവരെ, നമ്മുടെ അമലുകൾ നിഷ്കളങ്കമാക്കുക, ഇഖ്ലാസുള്ളതാക്കുക. അത് അല്ലാഹു കൊണ്ടുവരും. ഇഖ്ലാസുള്ള ഒരു അമലും അത് നഷ്ടപ്പെട്ടു പോവുകയില്ല. ഇമാം ബുഖാരി റഹ്മഹുല്ല വിജ്ഞാനത്തിന്റെ മജ്ലിസിലാണ്, പള്ളിയിലാണ് ദർസ് എടുക്കുന്നത്. കുട്ടികൾ ആ മജ്ലിസിലിരിക്കുന്നു. അപ്പോഴാണ് പള്ളിയിൽ ഒരു മുടിനാര് താഴെ കിടക്കുന്നുണ്ട്. ഇമാം ബുഖാരി ആ മുടിനാര് കണ്ടു. ഇമാം ബുഖാരി കണ്ടത് ഒരു താലിബ്, ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയും അത് കണ്ടു. ഇമാം ബുഖാരി റഹ്മഹുല്ല കണ്ടു എന്നത് ആ വിദ്യാർത്ഥിക്ക് മനസ്സിലായി. ദർസ് തുടർന്നു. ക്ലാസ് അവസാനിച്ചു. വിദ്യാർത്ഥികൾ തിരിച്ചുപോയി. ഇമാം ബുഖാരി ആ മജ്ലിസിൽ തന്നെ ഇരിക്കുകയാണ്. ആ കുട്ടി ഒരൽപ്പം മാറിയിരുന്നു. എന്താണ് ഇമാം ബുഖാരി റഹ്മഹുല്ല ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ. മസ്ജിദിൽ നിന്ന് എല്ലാവരും തിരിച്ചുപോയപ്പോൾ ഇമാം ബുഖാരി ആ മുടിയെടുത്ത് അത് പുറത്തേക്ക് കളഞ്ഞു. നോക്കൂ, ഒരാളും കാണാതെ, ഒരാളും കാണില്ല എന്ന് കരുതി ചെയ്ത ഒരു അമൽ, അത് കാണാൻ അല്ലാഹു ഒരു താലിബിനെ അവിടെ ബാക്കിയാക്കി. എന്തുകൊണ്ട്? ആ അമലിൽ ഇഖ്ലാസുണ്ട്. ഇഖ്ലാസുണ്ട്. ആ അമൽ അല്ലാഹു വെറുതെയാക്കില്ല. ഒരു വിദ്യാർത്ഥി അല്ലാഹു അവിടെ ബാക്കിയാക്കി. ആ അമൽ ലോകമറിഞ്ഞു. ആരും അറിയാതെ ഒരു വൃദ്ധയുടെ വീട്ടിലേക്ക് ചെന്ന് അവരുടെ വസ്ത്രങ്ങൾ അലക്കി, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കി. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിശയുടെ നിശബ്ദതയിൽ തിരിച്ചു മടങ്ങുന്നത് ചരിത്രത്തിലുണ്ട്. രക്തബന്ധമില്ല, കുടുംബബന്ധമില്ല, ഒന്നുമില്ല. പക്ഷെ ഒരാളും കാണാതെ ചെയ്ത ഉമറിന്റെ പ്രവർത്തനം കാണാൻ അല്ലാഹു ഒരു മനുഷ്യനെ ബാക്കിയാക്കി. ലോകമറിഞ്ഞു ആരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്നും അദ്ദേഹത്തിന്റെ രാത്രിയിലെ യാത്രകളെക്കുറിച്ചും നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. അമലിൽ അല്ലാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചാൽ ആ അമൽ ദുനിയാവിലും ബാക്കിയാകും, പരലോകത്തും ബാക്കിയാകും. എത്ര ധനാഢ്യന്മാർ പ്രശസ്തിക്കു വേണ്ടി പണം ചിലവഴിച്ചു, ദീനിന്റെ മാർഗത്തിൽ നൽകി. പേരിനു വേണ്ടി, ആളാകാൻ വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകി. അത് ദുനിയാവിലും ഉണ്ടാകില്ല, ആഖിറത്തിലും ഉണ്ടാവുകയില്ല. നമ്മൾ പരലോകം കൊതിച്ച് ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യുക. അതാണ് വഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, എന്റെ ഇബാദത്ത് നന്നാക്കണം. രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രൂപത്തിലാകണം അമൽ. റസൂലുള്ളാഹി നമസ്കരിച്ചു. സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. എങ്ങനെയാണോ എന്റെ നമസ്കാരം നിങ്ങൾ കണ്ടത് അങ്ങനെ നമസ്കരിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ ചെയ്തു. മിമ്പറിൽ നിന്ന് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ വുദൂ ചെയ്യൂ. ഹജ്ജ് ചെയ്തു. സ്വഹാബികളെ വിളിച്ചു, എന്റെ ഹജ്ജിന്റെ പാഠങ്ങൾ കണ്ടുപഠിക്കൂ. ഓരോ അമലും നിർവഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ അമലുകൾ അത് ഇത്തിബാഓടുകൂടെയായിരിക്കണം, ഇഖ്ലാസോടുകൂടെയായിരിക്കണം. അപ്പോഴാണ് അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ അവസാനങ്ങളിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ എന്നെ സഹായിക്കണേ, അലാ ദിക്രിക്, നിന്നെ ഓർക്കാൻ, വശുക്രിക്, നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക്, എന്റെ ഇബാദത്തുകൾ അത് നന്നാക്കാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ എന്ന് നമസ്കാരത്തിന്റെ അവസാനങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലാഹു അവന് ശുക്ർ ചെയ്യാൻ, അവനെ സ്മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.